മലപ്പുറത്ത് നിന്ന് വരുന്ന ഒരു പുതിയ വാർത്തയുണ്ട്. മലപ്പുറത്ത് വെന്റിലേറ്റർ കിട്ടാതെ കോവിഡ് രോഗി മരിച്ചതായി പരാതി. തിരൂർ പുറത്തൂർ സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. രോഗിയുടെ കുടുംബവും ആശുപത്രി അധികൃതരും വെന്റിലേറ്ററിന് വേണ്ടി നിരവധി തവണ ശ്രമിച്ചിരുന്നു. ഇന്നലെ രാത്രിയാണ് ഫാത്തിമ മരിച്ചത്. CB അനുമോദ വിവരങ്ങൾ നൽകും. അനുമോദ, ദുഃഖകരമായ ഒരു വാർത്തയാണ്. സംസ്ഥാനത്തെ ജില്ലയിലെയെങ്കിലും ചികിത്സാ സൗകര്യങ്ങൾ അതിൻ്റെ പാരമ്യത്തിലെത്തി എന്ന് വ്യക്തമാക്കുന്നതാണോ ഈ മരണം? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയാണ് തിരൂർ സ്വദേശിനി ഫാത്തിമ മരിച്ചത്. ഇവർ കോവിഡ് ബാധിതയായിരുന്നു. ഇവരുടെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് വളരെയധികം കുറഞ്ഞ ഒരു സാഹചര്യത്തിലായിരുന്നു, ഗുരുതരാവസ്ഥയിലായിരുന്നു. വളാഞ്ചേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഇവർ പ്രവേശിപ്പിച്ചിരുന്നത്. പക്ഷേ ഇവരുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വെന്റിലേറ്റർ സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തി. പക്ഷേ സമീപ പ്രദേശങ്ങളിലൊന്നും തന്നെ വെന്റിലേറ്റർ ഒഴിവുണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രോഗിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ഈ ആശുപത്രി ആളുകളും ആശുപത്രിയുടെ മാനേജ്മെന്റും എല്ലാം തന്നെ വെന്റിലേറ്റർ സൗകര്യം ലഭ്യമാക്കാൻ ശ്രമിച്ചെങ്കിലും അത് ലഭ്യമായില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് ഈ മരണം വെന്റിലേറ്റർ കിട്ടാത്തത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണത്തിലാണോ എന്ന കാര്യത്തിലൊക്കെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരാനുണ്ട്. എന്നാണെങ്കിലും ദുഃഖകരമായ ഒരു സംഭവമാണ്. ഇന്നലെ ഈ തരത്തിൽ വെന്റിലേറ്റർ ലഭിക്കാതെ രോഗി മരിച്ചു എന്ന് ബന്ധുക്കൾ പരാതി പറയുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. നൌഷാദ് ഉണ്ട്, ഈ മരിച്ച ഫാത്തിമയുടെ ബന്ധുവാണ്. മലപ്പുറം തിരൂർ സ്വദേശിയായ നൌഷാദ്, ഈ ഗുരുതരമായിരുന്നു രോഗം, വെന്റിലേറ്ററിനായി ഒരുപാട് ശ്രമിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത്? ബ്ലീച്ചിങ്. നൌഷാദ്, ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. അല്ല, എങ്ങനെയാണ് ഈ വെന്റിലേറ്ററിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നോ? അത് ലഭ്യമായില്ലേ? എന്തായിരുന്നു അവസ്ഥ? ഇല്ല, അത് റോങ് ആണ്. കാരണം 82 ഏജ് ആണ്. എന്തോ കേട്ടില്ല. പേഷ്യന്റ് ഏജ് 82 ആണ്. ഓൾറെഡി ടയേർഡ് ആണ് പേഷ്യന്റ്. അപ്പൊ ഞാന് 6 ദിവസം മുന്നേ ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് നമ്മള് ബെഡ് കിട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ട് തിരൂരിൽ വിളിച്ച് അങ്ങനെ നമ്മളെ വാർ റൂം എന്നാണ് അവർ അറേഞ്ച് ചെയ്ത് തന്നെ നിസാർ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. നിസാർ ഹോസ്പിറ്റലിൽ നിന്നാണ് അധികം വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓട്ട് കുറഞ്ഞുകൊണ്ടിരുന്ന അപ്പോഴാണ് ഇന്നലെ ഞാൻ അവിടുത്തെ ഹെഡ് നേഴ്സുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. അവൻ പറഞ്ഞ് പേഷ്യന്റ് അവസ്ഥ മോശമാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവാണ്. അങ്ങനെ വെന്റിലേറ്റർ സൗകര്യം ഇവിടെ ഇല്ല, വെന്റിലേറ്റർ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ തപ്പാൻ തന്നെ. അങ്ങനെ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും കൂടി തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏജ് ഓവറും ഷിഫ്റ്റിങ്ങിന് ബോഡി വില്ലിങ് അല്ല, അത്രയും ടയേർഡായിരുന്നു. 82 ഏജ് ആണ്. അപ്പോ അതിന് ശേഷം ഞാൻ പറഞ്ഞ് ഇന്നലെ രാത്രി ഇന്നത്തെ ഒരു ദിവസത്തിൽ കൂടി വെയിറ്റ് ചെയ്തിട്ട് നാളെ ഞാൻ എങ്ങനെങ്കിലും എവിടെ ബെഡ് കിട്ടുന്നത് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വെന്റിലേറ്റർ ലഭിച്ചില്ല എന്നുള്ള പരാതി, അത് അങ്ങനെ ഒരു പരാതി ഇല്ല താങ്കൾക്ക്? ഇല്ല, അത് സാറും ഞാനും കൂടി ഒഫീഷ്യൽ അല്ല എങ്കിൽ ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. കാരണം ഏജ് 82 ആണ്, ഒരു യങ് പേഷ്യന്റ് അല്ല. നമുക്ക് വെന്റിലേറ്റർ സൗകര്യം ലഭിച്ചാൽ പോലും നമുക്കിത് രക്ഷപ്പെടുത്താൻ കഴിയും. ന്യൂമോണിയ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും അന്വേഷിച്ചിരുന്നോ? വെന്റിലേറ്ററിന്റെ ആവശ്യം അറിഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ അന്വേഷിച്ചിരുന്നോ? ഞാൻ വാർ റൂമിലേക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എന്റെ അടുത്തുണ്ട്. പക്ഷെ എല്ലാവരും നല്ല 100% നമ്മളായിട്ട് കോപ്പറേറ്റീവ് ചെയ്തിട്ടുള്ളൂ. എപ്പോഴാണ് അവൈലബിൾ ആ സമയത്ത് മൂവ് ചെയ്യാനുള്ളത് അവർ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിസാർ ഹോസ്പിറ്റലിന്റെ PRO എന്നോട് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ മതി, അപ്പൊ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങളും ചെയ്തു തരാമെന്ന്. എല്ലാവരും 100% കോപ്പറേറ്റീവ് ആണ്. ഇതിപ്പോ എവിടുന്നാണ് ഈ റോങ് ഇൻഫർമേഷൻ കിട്ടുന്നത്? ശരി നിഷാദ്, അനുമോദ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. അല്ല, ഇതില് ഔദ്യോഗികമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ രോഗിക്ക് വെന്റിലേറ്റർ ലഭിച്ചാലും അതിന്റെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് ഔദ്യോഗികമായിട്ട് ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർക്ക് വെന്റിലേറ്റർ ആവശ്യമായിരുന്നു, അത് വേണ്ട സമയത്ത് കിട്ടിയില്ല. പക്ഷേ അവരുടെ ആരോഗ്യസ്ഥിതി വെച്ച് വെന്റിലേറ്ററിൽ പോയാലും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കൃത്യമായ ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ വൈദ്യ പരിശോധന നടത്തിയവരുടെ വിശദാംശങ്ങൾ, അവരുടെ വിശദീകരണം കൂടി ലഭിച്ചാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇതാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം. ഇങ്ങനൊരു പരാതി ആരാണ് ആദ്യം ഉന്നയിച്ചത്? അത്തരത്തിലുള്ളൊരു പരാതി തിരൂർ ഭാഗത്തു നിന്ന് തന്നെയാണ് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ആളുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഇത് കിട്ടുന്നത്. വെന്റിലേറ്റർ ലഭിച്ചില്ല എന്നതാണ് ഒരു പ്രധാന പ്രശ്നമായി പറയുന്നത്. പക്ഷേ ഈ തരത്തിൽ അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. വെന്റിലേറ്റർ ലഭിച്ചാലും എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തത നിലനിന്നിരുന്നു. അതാണ് നമ്മൾ അല്പസമയം മുമ്പ് ഇതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള
ജില്ലാ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ മെഡിക്കൽ സംഘത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി. അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രമാകും ഒരു പക്ഷേ ഈ വാർത്തയിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ആ വാർത്ത അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ അതിൻ്റെ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രം അത് അത്തരത്തിൽ പറയുന്നതാകും നല്ലത് എന്ന് തോന്നുന്നു.